നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സെമിസ്റ്ററിന്റെ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ആയിരിക്കും. അപ്പോൾ ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അസൈൻമെന്റ് സബ്മിഷൻ ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും റിട്ടേൺ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പ്രോപ്പർ ടൈമിൽ തന്നെ മാക്സിമം എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു ടൈമാണ്. ആ ടൈമിനുള്ളിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, അസൈൻമെന്റ് സബ്മിഷന്റെ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് വരുന്നത് ലേറ്റ് ഫീയോട് കൂടിയിട്ടുള്ള അസൈൻമെന്റ് സബ്മിഷൻ ആണ്. അപ്പോൾ ഓരോ അസൈൻമെന്റിനും ഇത്ര പേയ്മെന്റ് എന്നുള്ള രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ഈ ഒരു യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ഡേറ്റിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഒരു ലേറ്റ് ഫീയോട് കൂടി അല്ലാതെ നിങ്ങൾ അസൈൻമെന്റ് പ്രോപ്പർ ടൈമിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്ക് മെയിൻ എക്സാം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കിപ്പം ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെയും അതുപോലെ തന്നെ മെയിൻ എക്സാമിന്റെയും അതായത് തിയറി പേപ്പറിന്റെയും റിസൾട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ആ റിസൾട്ട് അവിടെ വിത്ത്ഹെൽഡ് ആയിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രോപ്പർ ടൈം അനുസരിച്ച് തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. അസൈൻമെന്റിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. കാരണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഏത് രൂപത്തിലാണോ അസൈൻമെന്റ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഏത് മെത്തേഡാണോ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ 10 MB ആണ് ആ ഒരു PDF-ന്റെ ഇത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ അസൈൻമെന്റ് നിങ്ങൾ എഴുതുക. അതുപോലെ 10 MB കുറയാത്ത രീതിയിൽ PDF ആയിട്ട് തന്നെ നിങ്ങൾ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാം. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് ഫീസ് നമ്മൾ ചെയ്തു തരുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അപ്പോൾ ആരും തന്നെ ലേറ്റ് ഫീയിലേക്ക് ഒരു കാരണവശാലും നിൽക്കരുത്. അതിന് മുന്നേ തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡേറ്റ് എന്നാണോ ആ ഒരു ഡേറ്റ് അനുസരിച്ച് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. Thank you.